തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പ്രതിക്കൂട്ടിൽ ആക്കിയ വേണുവിന്റെ മരണത്തിൽ ഗുരുതര വീഴ്ച ശരിവച്ച അന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള നടപടി വൈകുകയാണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ അടിമുടി പാളിച്ച എന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ വൈകിയെന്ന് കണ്ടെത്തിയിട്ടും ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് വകുപ്പ് സ്വീകരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പ്രതിക്കൂട്ടിലാക്കിയ വേണുവിന്റെ മരണത്തിൽ ഗുരുതര വീഴ്ച ശരിവച്ച അന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള നടപടി വൈകുന്നതായി പരാതി. കൊല്ലം പന്മന സ്വദേശിയായ വേണുവിന് ചികിത്സ നൽകുന്നതിൽ CHCക്കും ജില്ലാ ആശുപത്രിക്കും മെഡിക്കൽ കോളേജിനും പിഴവ് സംഭവിച്ചെന്നാണ് 4-അംഗ സമിതിയുടെ കണ്ടെത്തൽ. എന്നാൽ അനാസ്ഥ അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ട് പുറത്തുവന്നിട്ടും ആർക്കെതിരെയും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. ചികിത്സ വൈകിയെന്ന് കണ്ടെത്തിയിട്ടും ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് വകുപ്പ് സ്വീകരിക്കുന്നത് എന്നാണ് പരാതി. അടിയന്തര ആൻജിയോഗ്രാമിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പന്മന സ്വദേശി വേണു മരിച്ചത് ചികിത്സയിലെ അനാസ്ഥ കാരണമെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. ഭാര്യ സിന്ധു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലായിരുന്നു ആരോഗ്യവകുപ്പ് സംഘം മൊഴിയടക്കം ശേഖരിച്ച് അന്വേഷണം നടത്തിയത്. വേണുവിനെ ആദ്യം പ്രവേശിപ്പിച്ച ചവറയിലെ CHCക്കും തുടർന്നെത്തിച്ച ജില്ലാ ആശുപത്രിക്കും ഒടുവിൽ പ്രവേശിച്ച മെഡിക്കൽ കോളേജിനും വീഴ്ച സംഭവിച്ചെന്നാണ് DME നിയോഗിച്ച 4-അംഗ സംഘത്തിന്റെ കണ്ടെത്തൽ. ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നത് വൈകി. ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലെത്തിച്ച രോഗി ICUവിൽ പ്രവേശിപ്പിച്ചില്ല തുടങ്ങിയ പിഴവുകൾ റിപ്പോർട്ടിൽ എണ്ണിപ്പറയുന്നു. എന്നാൽ അനാസ്ഥ ബോധ്യപ്പെട്ടിട്ടും കാരണക്കാരായ ആർക്കുമെതിരെ നടപടിക്ക് ശുപാർശയില്ല എന്നതാണ് വിചിത്രം. ജനം, തിരുവനന്തപുരം.